വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി കാണിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരാന്ന് വെച്ചേ. അപ്പൊ അതിനു വേണ്ടി 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 250 ഗ്രാം കപ്പില് 2 കപ്പ് പച്ചരി. എന്നിട്ട് അതൊന്നും വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയതിനു ശേഷം ഒന്ന് കുതിർക്കാൻ വെക്കണം. 2-3 മണിക്കൂർ അതിനെ ഒന്ന് കുതിർത്ത് അതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ആ സമയത്തിൽ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനൊരു 300 ഗ്രാം എടുത്തിട്ടുള്ള അതിൽ കുറഞ്ഞ ശർക്കരയാണ് കേട്ടോ. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമില്ല. ഒരുപാട് വെള്ളം ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അങ്ങനെ നമുക്കിനി അത് ഒന്ന് അരച്ചെടുക്കുക. അതിന് ഞാൻ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അത് പൊടി അഴുക്കൊക്കെ കാണുമല്ലോ, അപ്പൊ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 നമ്മുടെ ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്റെ പൊടി ഇല്ലാഞ്ഞോണ്ട് ഞാൻ അരയ്ക്കുന്നതിന്റെ കൂട്ടത്തെ ഏലക്ക അങ്ങ് ചേർത്തയാണ് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് മൈദയും കൂടെ ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണേ. എന്നിട്ട് അതിലേക്ക് 2 പഴം ചേർക്കുന്നുണ്ട്. ഒത്തിരി പഴം വേണമെങ്കിൽ 3-4 ചേർക്കാം. ഞാൻ പക്ഷെ 2 പഴം, അതിലേക്ക് 2 പഴം ചേർക്കുന്നുണ്ട്. ചേർത്ത് അരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒരു 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുവരെ അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല എന്നൊരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ കേട്ടോ. നമ്മുടെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് നമ്മുടെ എള്ളും ഉണ്ടായിരുന്നല്ലോ, ആ എള്ളും കൂടെ കുറച്ചുണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെയ്ക്കകത്ത് നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ 2 തേങ്ങ നല്ല അരിയാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെയും കൂടെ അരിഞ്ഞങ്ങോട്ട് ഇട്ടേക്കാം. അങ്ങനെ അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്തിട്ട് നമുക്ക് പാൻ വെച്ച് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് എണ്ണ നിറച്ച് തുളുമ്പ് എണ്ണ ഒഴിക്കേണ്ട, ഒരു അരഭാഗം വരെ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആ ബാറ്ററും അതുപോലെ ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ബാറ്റർ ഒഴിക്കുമ്പോൾ തുളുമ്പ് ഒഴിക്കരുത്, കുറച്ച് ഭാഗം വരെ ഒഴിക്കാവും കേട്ടോ. എല്ലാം ഒഴിച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണമെങ്കിൽ വേറെ ഒരു ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് അതിൻ്റെ അകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അത്രയ്ക്കും താമസം വരത്തില്ല, ടൈം അത്രയും പോകത്തില്ല, പെട്ടെന്നാവും. അപ്പം അങ്ങനെ നമ്മുടെ സൂപ്പർ ഉണ്ണിയപ്പം ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ.